നമസ്തേ. വടകരയിലെ MDMA ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു അധ്യാപിക ഉൾപ്പെടെ 2 പേർ കൂടി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അറസ്റ്റിലായിരിക്കുകയാണ്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ VP നീഷ്മയാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 2 അധ്യാപികമാർ നേരത്തെ അറസ്റ്റിലായിരുന്നു. സർവശിക്ഷ കേരളത്തിന് കീഴിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ BRCയിലെ അധ്യാപികമാർക്ക് ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത് ഗൗരവത്തോടെയാണ് കേരള പോലീസ് വീക്ഷിക്കുന്നത്. നിങ്ങൾ ആ വാർത്തയൊക്കെ വാർത്താമാധ്യമങ്ങളിൽ കണ്ടു കാണും. ആ അധ്യാപികരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുള്ള പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അവരുടെ പേര് മരുതോങ്കര സ്വദേശിയായിട്ടുള്ള കീർത്തന, 31 വയസ്സ്, ചെരുവാറൂൾ സർക്കാർ LP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലെ അധ്യാപിക കൂരാച്ചുണ്ട് ചെറുകാട്ട് സ്വദേശി K കാവ്യ, 29 വയസ്സ്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരം അടിസ്ഥാനമാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ നീഷ്മയെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്ത. കൂടുതൽ പേർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്നതായിട്ട് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കാവ്യയും കീർത്തനയും ഇവർ 2 പേരും സുഹൃത്തുക്കളാണ്. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അറസ്റ്റിന് പിന്നാലെ നീഷ്മയും ചൊവ്വാഴ്ച ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരെ സംബന്ധിച്ച് ഇവർ ലഹരി വിൽപ്പന വഴിയുള്ള പണം നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും എത്തിയിരുന്നതായിട്ട് പോലീസ് കണ്ടെത്തിയതാണ് ഇവരുടെ അറസ്റ്റിന് വഴിത്തിരിവായത്. ഇവരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഈ 3 അധ്യാപികമാരും രാസലഹരി ഉപയോഗിച്ചിരുന്നതായിട്ട് കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന വടകര ഇൻസ്പെക്ടർ AV ദിനേശ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. നോക്കണേ എന്തൊക്കെയാണെന്നുള്ളത്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആൾ കൂടിയാണ് നീഷ്മ. ഇവരെ കണ്ടാൽ പറയോ? ലഹരിക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളുടെ ഭാഗമായാണ് വടകര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കീർത്തന ആദ്യം അറസ്റ്റിലായതും പിന്നീട് കീർത്തന വഴി കീർത്തനയെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നാണ് കാവ്യ പിടിയിലായത്. ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നീഷ്മയുടെ ബന്ധം കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിച്ചു വരുത്തിയ ശേഷം നീഷ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. സ്കൂളുകളിൽ കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുൻപന്തിയിൽ നിന്ന് സൂംബ ഡാൻസ് കളിച്ച അധ്യാപികയാണ് ഇപ്പോൾ ഈ സ്വന്തമായി ലഹരി വ്യാപാരം നടത്തിയതിന് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ലഹരിക്കെതിരെ ഇവർ ക്ലാസ് എടുക്കുകയും ആഹ്വാനം ചെയ്യുക, എന്നിട്ട് രാത്രിയാവുമ്പോൾ ലഹരി മരുന്ന് വിൽക്കുന്ന ടീമിൻ്റെ പ്രധാന കണ്ണിയായിട്ട് മാറുക. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കണം. പോലീസിൻ്റെ കൃത്യമായ അന്വേഷണത്തിലാണ് ഈ വൻ മാഫിയ സംഘത്തിലെ പ്രധാനി തങ്ങൾ കണ്ടുപരിചയിച്ച അധ്യാപിക തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത്. ക്യാപ്റ്റൻ മാത്രം അകത്തായി എന്ന് കരുതിയെങ്കിൽ തെറ്റി. കേസിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 അധ്യാപികമാരും, അതായത് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും ഇപ്പോഴിതാ പോലീസിന്റെ വലയിലായിട്ടുണ്ട്. സമൂഹത്തിനും കുട്ടികൾക്കും ഒക്കെ മാതൃകയാകേണ്ട അധ്യാപന മേഖലയിലുള്ളവർ തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന തരത്തിലുള്ള ലഹരി വ്യാപാരത്തിന് കൂട്ടുനിൽക്കുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. ഉപദേശിക്കുന്നവർ തന്നെ പിടിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ഇവരുടെ അക്കൗണ്ടുകളിൽ ലക്ഷങ്ങളുടെ ഇടപാട് ഉണ്ടെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. ജൂൺ 28 വടകര ആവിക്കൽ സ്വദേശിയായിട്ടുള്ള സഫ്വാൻ എന്ന യുവാവ് 2 ഗ്രാം MDMAയുമായിട്ട് പിടിയിലായിരുന്നു. ഇയാളുടെ മൊഴി അനുസരിച്ചാണ് ജൂലൈ 11 കീർത്തന എന്ന അധ്യാപിക അറസ്റ്റിലായത്. അക്കൗണ്ടുകളിൽ ഓൺലൈൻ ഇടപാടുകളിലൂടെ 2000 രൂപ വീതം കൈപ്പറ്റിയ ശേഷം മറ്റു ചിലരിലൂടെ ലഹരി മരുന്ന് ഇടപാടുകാർക്ക് എത്തിക്കുന്ന രീതിയാണ് അധ്യാപികമാർ പിന്തുടർന്നു വന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അക്കൗണ്ടുകളിലൂടെ ലക്ഷങ്ങളുടെ ഇടപാടാണ് ഇവർ നടത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കീർത്തനയുടെ അക്കൗണ്ടിൽ 1 വർഷത്തിനിടെ 14 ലക്ഷം രൂപയും കാവ്യയുടെ അക്കൗണ്ടിൽ 5 മാസത്തിനിടെ 9 ലക്ഷം രൂപയുമാണ് ഇത്തരത്തിലെത്തിയത്. ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിൽ നിന്ന് പ്രതിമാസം 11,000 രൂപ മാത്രമാണ് ശമ്പളമായി ലഭിച്ചിരുന്നെങ്കിലും ഈ വരുമാനത്തെക്കാൾ ആഡംബരം നിറഞ്ഞ ജീവിത രീതിയായിരുന്നു ഈ 3 പേരുടേത്. മംഗളൂരുവിലെ ഒരു സുഹൃത്താണ് ഇവരെ ലഹരി മരുന്ന് മാഫിയയുമായിട്ട് ബന്ധപ്പെടുത്തിയതെന്നും സൂചനയുണ്ട്. കീർത്തന നടത്തിയ ചില ബംഗളൂരു യാത്രകളുടെ വിവരങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇവർക്ക് പിന്നിൽ മറ്റു വലിയ ശൃംഖല തന്നെ ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികളിൽ ഒരാളായിട്ടുള്ള കാവ്യ അടുത്തിടെ ഒരു പുതിയ ആഡംബര കാർ വാങ്ങിയിരുന്നു. വിദേശത്തുള്ള സഹോദരന്റെ കാറാണ് ഇതെന്നാണ് കാവ്യ മറ്റുള്ളവരോട് പറഞ്ഞത്. കാരണം അവർക്കൊക്കെ അറിയാലോ ഇത്രയേ ഉള്ളൂ സാലറി, ഇവരുടെ ടീച്ചറാണ്. അപ്പം ഇതുപോലുള്ള വലിയ ആഡംബര കാർ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും. ഇത് എങ്ങനെ ഈ ഇത്ര വലിയ കാർ, ഒരുപാട് പൈസയുള്ള ഇത്രയും വലിയ ആഡംബര കാറൊക്കെ വാങ്ങിക്കാൻ പൈസ എവിടെ നിന്നൊക്കെ ആൾക്കാർ ചോദിക്കും.
അപ്പോൾ അത് മാത്രമല്ല, ഇതിന് 1 വർഷം മുമ്പ് ഈ കാവ്യ, ഈ ആഡംബര കാർ വാങ്ങിയിട്ടുള്ള ഈ കാവ്യ എന്ന് പറയുന്ന ടീച്ചർ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അപ്പോൾ ഈ കാവ്യയ്ക്ക് സർവശിക്ഷ കേരളത്തിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ചാണ് ധനസഹായം നൽകിയിരുന്നത്. അപ്പോൾ പുതിയതായി വാങ്ങിയ കാറിന്റെ രേഖകളും വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടവും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് ഇപ്പം. വടകര, കുറ്റ്യാടി, നാദാപുരം മേഖലയിലെ ചില യുവാക്കളും വിദ്യാർത്ഥികളും ഇവരുടെ ഇടപാടുകാരായി ഉണ്ട് എന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർക്ക് പിന്നിൽ ഒരു വലിയ വൻ മാഫിയ തന്നെ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശൃംഖല തന്നെ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വൈകാതെ തന്നെ കേരള പോലീസ് ഇവരെല്ലാം പിടികൂടും. കേരളത്തിൽ മറ്റൊരു കാര്യം പറയേണ്ടത്, സാധാരണ ലഹരി കേസിനപ്പുറം അധ്യാപികമാരെ രംഗത്തിറക്കിയുള്ള ഈ ലഹരി മരുന്ന്, അധ്യാപികമാരാകുമ്പോൾ ആർക്കും സംശയമൊന്നും തോന്നൂലല്ലോ. അപ്പോൾ ഇവരെ രംഗത്തിറക്കിയുള്ള ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് പിന്നിൽ വലിയൊരു ശൃംഖല ഉണ്ടെന്ന സംശയത്തിലാണ് പോലീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പേരാമ്പ്ര BRCയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വന്ന കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മുൻപ് അറസ്റ്റിലായ കീർത്തനയിൽ നിന്ന് ചില സംശയകരമായ പണമിടപാടുകൾ നടന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കാവ്യ അറസ്റ്റ് ചെയ്തത്. ലഹരി ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തിന് പിന്നാലെ മരുതോങ്കര സ്വദേശിയായിട്ടുള്ള കീർത്തനെ സർവശിക്ഷ കേരളം സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂരാച്ചുണ്ട് ചെറുകാട്ട് സ്വദേശിയായിട്ടുള്ള കാവ്യൻ തിങ്കളാഴ്ച സർവീസിൽ നിന്ന് പുറത്താക്കി. 1,00,000 രൂപയുടെ ഇടപാടിന് 3,000 രൂപ കമ്മീഷൻ ലഭിച്ചിരുന്നതായിട്ടാണ് കീർത്തനയും കാവ്യയും പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിലേറെ തുക ഇവർ ചെലവഴിച്ചു വന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. MDMA കേസിൽ അറസ്റ്റിലായ SSK സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കീർത്തന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു എന്നാണ് പേരാമ്പ്ര BRC പ്രൊജക്ട് ഓഫീസർ ഷാജിമ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ വെളിപ്പെടുത്തിയത്. ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് സൂംബ പരിശീലനം നൽകാൻ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ക്ലാസ് ഒക്കെ എടുത്തത് ഈ കായിക അധ്യാപിക കൂടിയായ കീർത്തനയാണ്. കീർത്തന അറസ്റ്റിലായെങ്കിലും കാവ്യ ജോലിക്ക് എത്തിയിരുന്നു. ഇവർ ഒന്നിച്ചാണ് മുൻപ് യോഗങ്ങൾക്കൊക്കെ എത്തിയിരുന്നത്. കീർത്തന അറസ്റ്റിലായപ്പോൾ കാവ്യ നേരിട്ട് വിളിപ്പിച്ചു ഇക്കാര്യം ചോദിച്ചു. അപ്പം അധ്യാപകർ വിളിച്ച് ചോദിച്ചു. അപ്പം ലഹരി ഇടപാടുകളെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. എന്നാൽ കീർത്തനയുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നാണ്, ലഹരി ഇടപാടിൽ പങ്കുമില്ല എന്ന് കാവ്യ അന്ന് പറഞ്ഞതാണ് പ്രൊജക്ട് ഓഫീസർ ഷാജിമ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാർക്കോട്ടിക് സെൽ DYSP T ഉത്തംദാസ് നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനമാക്കേണ്ട സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം വിപുലമാക്കാൻ റൂറൽ SP മെറിൻ ജോസഫ് നിർദ്ദേശിച്ചത്. വടകര, എടച്ചേരി, പയ്യോളി സ്റ്റേഷനുകളിലെ പോലീസ് സേനാംഗങ്ങളും സൈബർ സെൽ, ജില്ലാ നാർക്കോട്ടിക് സെൽ എന്നിവയിലെ ഉദ്യോഗസ്ഥരുമാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. സംഭവത്തിൽ കൂടുതൽ പേർ കണ്ണികളായി എന്ന വിവരത്തെ തുടർന്നായിരുന്നു ഇത്. പിടിയിലായ ഈ 3 അധ്യാപികമാരുടെയും ഗൂഗിൾ പേ അടക്കമുള്ള UPI ID-കളിലൂടെ പണം കൈമാറിയവരുടെ വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. പിടിയിലായ അധ്യാപികമാരെ ഒറ്റയ്ക്കും ഒന്നിച്ചും ഒക്കെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് മുൻപ് അറസ്റ്റിലായ കാവ്യയുടെയും കീർത്തനയുടെയും കസ്റ്റഡി അപേക്ഷ വടകര കോടതിയിൽ പോലീസ് ഉടൻ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇത്തരത്തിൽ ഈ 3 അധ്യാപികമാർ, അവരെ കണ്ടാലും കുറ്റം പറയില്ല, അവരുടെ പെരുമാറ്റം ഇതൊക്കെ ആർക്കും ഒരു ഡൗട്ട് അടിക്കാത്ത രീതിയിൽ അവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ ലഹരി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അവരെ കാണുമ്പോൾ നമുക്ക് ഇവർ ലഹരി കച്ചവടം നടത്തുമോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. അവരെ കണ്ടാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പിന്നെ അധ്യാപികമാരാണ്, ആരും കുറ്റമൊന്നും പറയില്ല. പക്ഷേ ഇവരുടെ ആഡംബര ജീവിതമാണ് ഇവരെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചത്. കുഴിയല്ല, ഈ ഒരു മാതൃകയാവേണ്ട, സമൂഹത്തിനും കുട്ടികൾക്കൊക്കെ മാതൃകയാവേണ്ട ഒരു എന്താ പറയുക, അധ്യാപനം എന്ന് പറയുന്നൊരു തൊഴിൽ, അതിനൊരു വാല്യൂ ഉണ്ട്. അത് ഈ അധ്യാപികമാർ കൊണ്ട് കളഞ്ഞു കുളിച്ചു. കേരളത്തിൽ നോക്കൂ, നമ്മുടെ ഈ കേരളത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കടത്തും വളരെ ആശങ്കാജനകമായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നേറുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും കേരള പോലീസും. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പ്രത്യേക ലഹരി വിരുദ്ധ ഓപ്പറേഷൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. ലഹരി മരുന്ന് ശൃംഖലകളെ കണ്ടെത്തുക, വിതരണക്കാരെ നിയമത്തിന് മുന്നിലെത്തിക്കുക, യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുക, ഒപ്പം അതുവഴി നമ്മുടെ കേരളത്തെ രക്ഷിക്കുക എന്നൊക്കെയാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇവിടെ കുറച്ചു മുമ്പേ നമ്മളൊരു തത്തുമയിൽ തന്നെ നമ്മൾ ഒരുപാട് വാർത്ത ചെയ്തിരുന്നു. ഈ അധ്യാപികമാരുടെ പേരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. കീർത്തന, കാവ്യ, നീഷ്മ. അപ്പം ഇവരുടെ കൂട്ടാളികൾ എന്ന് പറയുന്നത് ഒരു ജിജിൽ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. സഫ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെയൊക്കെ നമുക്ക് പേരുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെയാണ് നർക്കോട്ടിക് ജിഹാദിന്റെ മറ്റൊരു രൂപമാണ്. ഇവർ
സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സഫ്വാൻ എന്നുള്ള ആള് ഈ അധ്യാപികമാരുടെ സുഹൃത്താണ്. അപ്പോൾ ഇയാൾ വഴിയാണ് ഇപ്പം ഈ കാവ്യയും കീർത്തനയും പിടിയിലാവുന്നത്. കീർത്തന വഴി നീഷ്മയും പിടികൂടി. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കുന്നത് ഇവര് ഒന്ന് സമൂഹത്തിൽ വിലയുള്ള ഒരു തൊഴിൽ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവരാണ്. അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്നൊരു റെയ്ഡോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവരെ ആരും ഡൗട്ട് അടിക്കില്ല. അപ്പം അത്തരത്തിൽ ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ ഒരു മെയിൻ ഇതാണ് ഇവരെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെ, അതും ഈ 3 പേരുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പ്രത്യേക മതത്തിൽപ്പെട്ടവരുടെ പേരുകളല്ല, ഹിന്ദു പെൺകുട്ടികളുടെ പേരാണ്. അപ്പം നമ്മൾ ഈ തത്തുമയിൽ ഒരു വാർത്ത ചെയ്തിരുന്നു. അന്ന് ആ വാർത്തയ്ക്ക് ഒരുപാട് കമന്റ്സുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഇവർ സെലക്ട് ചെയ്യുന്നു, ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു, അവരെ അതിലേക്ക് പെടുത്തുന്നു. എന്നിട്ട് ലഹരി കച്ചവടം നടത്താൻ പറയുന്നു. അങ്ങനെ അവർക്ക് അപ്പം ഇതിന് പൈസ കിട്ടുമല്ലോ. അപ്പോൾ അവരുടെ ആഡംബര ജീവിതം, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഫെയിം, ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഇതിനെല്ലാം ശേഷമുള്ള ഇത് പിടിയിലാകുമെന്ന്, ഇതൊരു വലിയൊരു വിപത്താണെന്ന് എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് പൈസ, ഫെയിം ഇതൊക്കെയാണ്. അതും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഇന്നത്തെ ഒരു അന്തരീക്ഷം വളരെയധികം മാറിയിരിക്കുകയാണ്. ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരേ സമയം വ്യാപക പരിശോധനകളും റെയ്ഡുകളും ഒക്കെ ഈ ഓപ്പറേഷൻ തൂഫാൻ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനായിട്ട് ഓപ്പറേഷൻ തൂഫാൻ വളരെ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ പിടിയിലാവുന്നത്. ഇപ്പം ഈ സഫ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള യുവാവ് പിടിയിലാവുന്നു. ഒപ്പം ജിജിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യുവാവ് പിടിയിലാവുന്നു. ഇവർ വഴി ഈ 3 അധ്യാപികമാർ പിടിയിലാവുന്നു, കാവ്യ, കീർത്തന, നീഷ്മ. എന്തായാലും ഇവര് MDMA, കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ്, LSD തുടങ്ങിയ മാരക ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും അതുപോലെ തന്നെ എന്താ പറയുക അത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും എല്ലാം തടയുന്നതിനായിട്ടാണ് പോലീസ് പ്രത്യേക നിരീക്ഷണവും രഹസ്യാന്വേഷണവും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ലോഡ്ജുകൾ, വാടക വീടുകൾ എന്നിവിടങ്ങളിലടക്കം വ്യാപകമായിട്ട് പരിശോധനകൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രം ലക്ഷ്യമിടുന്നതല്ല ഈ ഓപ്പറേഷൻ. ലഹരിയുടെ ഉറവിടം, കടത്ത് ശൃംഖല, സാമ്പത്തിക ഇടപാടുകൾ, ഓൺലൈൻ ബന്ധങ്ങൾ, വിതരണക്കാരുടെ നെറ്റ്വർക്ക് എന്നിവ കണ്ടെത്തി തകർക്കുക എന്നതാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ വഴിയുള്ള പ്രധാന ലക്ഷ്യം. അതിനായിട്ട് ഡിജിറ്റൽ തെളിവുകൾ, ബാങ്ക് ഇടപാടുകൾ, മൊബൈൽ ഫോൺ വിവരങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ബന്ധങ്ങൾ എന്നിവയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ അധ്യാപികമാർ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇടപാടുകാരെ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. അപ്പം എന്നിട്ട് 2000 രൂപ ഇവർക്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഇവരെ പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവില്ലല്ലോ ഇവർ അധ്യാപികമാരാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വന്നത്. അടുത്ത കാലത്ത് പുറത്തു വന്ന നിരവധി കേസുകൾ ലഹരി മാഫിയകൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു കയറുന്നു എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞല്ലോ, വിദ്യാർത്ഥികളും യുവതികളും ഒക്കെയാണ് വിവിധ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവർ ഈ കേസുകളിൽ പ്രതികളായി മാറിയിട്ടുമുണ്ട്. കൂടുതലും ഹിന്ദു പെൺകുട്ടികളാണ് ഇതിൽ ഇരയായി വരുന്നത്. ഇവരുടെ കൂടെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട യുവാക്കളും കാണും. അവർ പിന്നിൽ നിന്ന് കളിക്കും, മുന്നിൽ ഈ പെൺകുട്ടികളെ ഇട്ടുകൊടുക്കും, അവരുടെ ലൈഫ് പോകും. ഇത് ആരും ചിന്തിക്കുന്നില്ല. ഇത് എത്രത്തോളം ഗൗരവതരമായ ഒരു വിഷയമാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്, ശരിക്കും ഉണ്ട്. അതിനുള്ള തക്കതായ നടപടികൾ നമ്മൾ സ്വീകരിക്കണം. തത്വമയിൽ തന്നെ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ എന്നും ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ കൂടിക്കൊണ്ടുവരികയാണ്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്ന ഒരു മോഹവും ലഹരിയോടുള്ള അടിമത്വവും ഒക്കെയാണ് പലരും ഇത്തരത്തിൽ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് ഇപ്പം നിലവിൽ അന്വേഷണ ഏജൻസികളുടെ ഒരു വിലയിരുത്തൽ. നോക്കൂ, നമ്മൾ ഈ ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ തകർക്കുന്ന ഒരു സാമൂഹിക വിപത്താണ്. അതുകൊണ്ട് നിയമ നടപടികൾക്കൊപ്പം ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. ഇപ്പം നമ്മുടെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും, ഇപ്പോൾ മാതൃകയാകേണ്ട അധ്യാപകരാണ് ഇപ്പോൾ ഈ കേസിൽ പിടിയിലായിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ, പൊതുസമൂഹം എന്നിവ ഒന്നിച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ലഹരിക്കെതിരായ പോരാട്ടം നമുക്ക് വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ. ഓപ്പറേഷൻ തൂഫാന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓപ്പറേഷൻ തൂഫാൻ വെറും ഒരു പോലീസ് നടപടിയല്ല, നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കാനുള്ളൊരു സാമൂഹ്യ ദൗത്യമാണ്. ലഹരി മാഫിയകൾക്കെതിരെ നിയമം കർശനമായി നടപ്പാക്കുകയും ലഹരിക്ക് അവർക്ക് ചികിത്സയും പിന്നെ അവരെ അതിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ടുവന്ന് അവർക്കൊരു പുനരധിവാസം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സമഗ്രമായ സമീപനത്തിലൂടെയാണ് ഈ പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം കണ്ടെത്താൻ കഴിയുക. ഇപ്പം ലഹരിയില്ലാത്ത സുരക്ഷിതമായ ഒരു കേരളം സൃഷ്ടിക്കാൻ നമ്മൾ ഓരോ പൗരനും ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും പങ്കാളികളാകേണ്ട സമയമാണിത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ഒരു 3 അധ്യാപികമാർ പിടിയിലായിട്ടുണ്ട്. ഇവർക്ക് പിന്നിൽ വലിയൊരു ലഹരി മാഫിയ ശൃംഖല തന്നെ ഉണ്ടെന്നാണ്
പോലീസ് സംശയിക്കുന്നത്. എന്തായാലും വൈകാതെ അവരെല്ലാം പിടികൂടും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ നശിപ്പിക്കാനുള്ള ഒരുക്കമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളൊരു ദൗത്യമുണ്ട്. അതിൻ്റെ കൂടെ എല്ലാവരും സമൂഹം ഒറ്റക്കെട്ടായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ പ്രവർത്തിക്കണം. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. മുൻപൊരു ഓരോരോ പേരുകൾ വെച്ച് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയുടെ ലിങ്ക് ഈ വാർത്തയുടെ താഴെ നമ്മൾ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭാവിയിലേക്ക് നമ്മുടെ ഒരു കേരള ലഹരി വിമുക്തമായിട്ടുള്ള സുരക്ഷിതമായ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മൾ ഓപ്പറേഷൻ തൂഫാനൊപ്പം നമ്മൾ അണിചേരണം. ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു 3 അധ്യാപികമാരാണ്, നാളെ ഡോക്ടർമാർ പിടിയിലായിട്ടുണ്ട്, മറ്റു പല നല്ല ടെക്കികൾ പിടിയിലായിട്ടുണ്ട്. അതുപോലെ നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ ഒക്കെ പിടിയിലായിട്ടുണ്ട്. അപ്പം ആളുകൾക്ക് പണം, ഫെയിം ഇതാണ്. അപ്പോൾ ഇവരെ വലയിലാക്കിയാണ് ചെയ്യുന്നത്. അപ്പം ഇവർ ലഹരി ഉപയോഗിക്കുകയോ ഒപ്പം ലഹരി കച്ചവടം നടത്തുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ തൂഫാൻ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം. ഇനി ഇത്തരത്തിലുള്ള എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള, അതായത് ഈ 3 കാവ്യ, കീർത്തന, നീഷ്മ ഇവർ മാത്രമാണ് പിടിയിലായത്. ഇവർക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ തത്വമയി ന്യൂസിൽ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല, തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.